എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നില്ലേ, സാൻസിയുടെ മ്യൂസിക് സിസ്റ്റം പൊളിച്ചെടുക്കുക എന്നും പറഞ്ഞ്. ഞാനിപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് അതിൻ്റെ ഈ മദർ ബോർഡിനാണ് കംപ്ലയിൻറ്റ്. ഈ ഐ സി ആണ് ഫെയിൽ ആയിരിക്കണം. നമുക്ക് ഈ ഐ സി മാർക്കറ്റിൽ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് പുറത്തുനിന്ന് ഒരു ബോർഡ് മേടിച്ചുകൊണ്ട് തന്നു. ലോക്കൽ ബോർഡാണ്, എന്നാലും അടിപൊളിയാണ് സാധനം. അത് ലോക്കൽ ബോർഡിനൊപ്പം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ലോക്കൽ ബോർഡാണ് ഇത്. ലോക്കൽ ബോർഡ് MP3 ബോർഡാണ്. ഇതിൽ ഇതിൻ്റെ റേഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിമോട്ടും കൂടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സ്യൂട്ടാക്കി ഇതിലേക്ക് കണക്ഷൻ ചെയ്യണം. ഈ കണക്ഷൻ മൊത്തം നമുക്ക് ഇതിലേക്ക് കൊടുക്കണം, ഇതിലേക്ക് സ്യൂട്ടാക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പാനലിൻ്റെ ഈ LCD പാനലിൽ കൊണ്ടുപോയി നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയേക്കണ കംപ്ലയിൻറ്റ് ഇതാണ്: ഓണാവില്ല, സിസ്റ്റം ഓണാവില്ല. മദർ ബോർഡിൻ്റെയാണ് കംപ്ലയിൻറ്റ്. ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ചുമ്മാ ഇരിക്കും. നമ്മളിതിൻ്റെ മദർ ബോർഡ് മാറ്റാൻ പോവാണ്. ഇതാണ് നമ്മൾ ഇതിലേക്ക് സൂട്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ബോർഡിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. ഇത് നല്ല വ്യക്തമായിട്ട് തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്, പ്ലസ് മൈനസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പിന്നെ പയ്യെ ഊരിയെടുക്കുക. പയ്യെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. മാക്സിമം സോൾഡറിങ് ഒഴിവാക്കിയുള്ള രീതിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തികേടൊന്നും വരില്ല, നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ സാധിക്കും. ക്ലിപ്പിങ് തന്നെയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ പ്ലസും മൈനസും ഒരിക്കലും തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് ഷോർട്ടാവും. നമ്മൾ പ്ലസ് കണ്ടുപിടിച്ച് പ്ലസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ബോഡിയിൽ നിന്ന് മറ്റേ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ മൈനസ് അടുത്ത പിന്നാണ് അതിൻ്റെ മൈനസ്. നമുക്ക് അതിൻ്റെ മൈനസും കൂടെ നമുക്കത് ഇടിയിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ സാൻസിയുടെ ബോർഡ് കിട്ടാത്ത കാരണമാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇല്ലെങ്കിൽ പുതിയ ബോർഡ് മേടിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് വെറുതെ പ്ലഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വർക്ക് ചെയ്ത് തുടങ്ങും. പക്ഷെ നമുക്ക് ഈ ബോർഡ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. നമ്മളതിൻ്റെ പവർ സപ്ലൈ നമ്മളിതിലേക്ക് ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പ്ലഗ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹായ് എന്നും പറഞ്ഞ് എഴുതി കാണിച്ചു. ഫസ്റ്റ് റേഡിയോ ആണ് വർക്ക് ചെയ്യണത്. ഇതിപ്പോൾ പ്ലസ് പോയിൻറ്റ് കറക്റ്റായി, സ്വിച്ചൊക്കെ വർക്കിംഗ് ആണ്. പ്ലസ് പോയിൻറ്റ് കറക്റ്റായി. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനുള്ള ബാക്കിയുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള കണക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൈനസ്, പിന്നെ എർത്ത്, പിന്നെ മൈക്ക് ഔട്ട്, കീ ഔട്ട്, പിന്നെ എന്തെന്നാ സ്പീക്കർ ഔട്ട്, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം.
സാധാരണ ആംപ്ലിഫയറിൻ്റെ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ കണക്ഷൻ നമ്മൾ പിടിപ്പിച്ചിട്ട് സിസ്റ്റം ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റൽ പോയിൻറ്റുമായിട്ട് ഈ പോയിൻറ്റുകൾ പയ്യെ ടച്ച് ചെയ്യുമ്പോൾ സ്പീക്കറിൽ നിന്ന് ഒരു നോക്ക് നോക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. എൻ്റെ കൂട്ടുകാർ കേൾക്കുന്നില്ലേ? ഈ ലൈനാണ് നമ്മൾ ഇൻപുട്ടായിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനിൽ നിന്ന് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഒന്ന് കണ്ടുപിടിക്കണം, അതായത് GNT കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ പ്രോബ് എടുത്തിട്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ ഇട്ടിട്ട് വേറൊന്നുമല്ല ഇപ്പോൾ നോക്കണേ. ഓഡിയോയുടെ നെഗറ്റീവ് സെൻറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കത് മനസ്സിലായി. ഓഡിയോയുടെ നോബ് സെൻറ്ററാണ്. നമുക്ക് ആ കണക്ഷനിലേക്ക് ഓഡിയോയുടെ നോബ് കൊടുക്കാം. ഇതിലെപ്പോഴും നെഗറ്റീവ് ഈ ബ്ലാക്ക് ആയിരിക്കും. ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാം ക്ലിപ്പിംഗ് ആയതുകൊണ്ട് നമുക്കധികം സോൾഡറിങ്ങോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വെറുതെ പ്ലഗ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കംപ്ലീറ്റ്. ഒരു കാര്യം എൻ്റെ കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, വയർ മാറിപ്പോരുത്. വയർ മാറിപ്പോയി കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ബോർഡ് അടിച്ചു പോകും. ബോർഡ് അടിച്ച് പുതിയ ബോർഡ് മേടിക്കാനേ നടക്കുള്ളൂ. നമുക്കൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാം. സൗണ്ട് കേട്ടു തുടങ്ങി. നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ട്. നമ്മളിത് ബ്ലൂടൂത്ത് മോഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂടൂത്ത് മോഡ് ഓൺ ചെയ്തിട്ട് നമ്മുടെ മൊബൈലിലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാമോ? പുതിയ ഡിസ്പ്ലേ ബോർഡ് ഒക്കെ വെച്ച് കുറഞ്ഞ ബോർഡാണ് വെച്ചേക്കണേ. ലോക്കൽ ബോർഡാണ്, പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. റിമോട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൊച്ചു റിമോട്ടാണ്.